നമസ്കാരം. സമരങ്ങളുടെ ചരിത്രമെടുത്താൽ, നമ്മുടെ രാജ്യത്തെ ചരിത്രമെടുത്താൽ അതിൽ ഒരുപാട് കഥകൾ പറയുവാനുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ഒരുപാട് സമര ചരിത്രങ്ങളുള്ള നാട്. പല തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഇത്തരം വലിയ സമരങ്ങളിലൂടെ ഉയർന്ന് വളർന്ന് പന്തലിച്ച നാടാണ് കേരളം. എന്നും അഭിമാനത്തോടെ പലരും പറയുന്ന സമര ചരിത്രങ്ങൾ കേരളത്തിൻ്റേത് തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും പറയുന്ന സമര ചരിത്രങ്ങളിൽ അവർ കോട്ടായി കാണിക്കുന്നത് കേരളത്തിലെ പല സമര മുഖങ്ങളുമാണ്. ഇന്ന് കേരളത്തിലെ 2 സമരങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സമരങ്ങളാണ്. അതിൽ ഒന്ന് മുനമ്പം സമരമാണ്. മുനമ്പത്തെ ഭൂമി സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ട്, വഖഫ് വിഷയവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സമരമായതുകൊണ്ട് കേരളത്തിൻ്റെ പുറത്തും ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലുമായി നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്ന സാഹചര്യമുള്ളപ്പോൾ അത് വലിയ ഒരു ദേശീയ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുനമ്പത്തെത്തുമ്പോൾ അവിടെ പല ദേശീയ ചാനലുകൾ വരെ എത്തുന്നത് കാണാറുമുണ്ട്. കഴിഞ്ഞ ദിവസം മുനമ്പം സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നത്, ഈ സമരം കേരളത്തിലെ സർക്കാരിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കുവാൻ യാതൊരു താല്പര്യവുമില്ല എന്നുള്ള രീതിയിലാണ് മുനമ്പത്തെ സമരമുഖത്ത് സമരവുമായിരിക്കുന്ന മുനമ്പം ദേശക്കാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോയാൽ മാത്രമേ മുനമ്പത്തെ ഭൂസമരത്തിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും അവർ വാദിക്കുന്നു. ഈ മുനമ്പം സമരം 150 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് 151ാമത്തെ ദിവസമാണ് മുനമ്പം സമരമുഖത്തെത്തിയിട്ട്. 150 ദിവസം നീണ്ടുനിന്ന ഒരു സമരം എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നിൽക്കുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഒരു സമരം ദേശീയ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ആശാ വർക്കർമാരുടെ സമരമാണ്. അതിനും സർക്കാർ വിചാരിച്ചാൽ 1 മിനിറ്റിനകം പരിഹാരമുണ്ടാകുമെന്ന് സമരക്കാർ ആരോപിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് മുനമ്പത്തെ ആളുകളും പറയുന്നത്. മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഈ സമരം ഒരു അരമണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ സർക്കാരിന് പരിഹരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ആ പരിഹാര ശ്രമങ്ങളൊന്നും സർക്കാർ കാണിച്ചില്ല. വെറുതെ കണ്ണിൽ പൊടിയിടാൻ എന്നോണം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ഹൈക്കോടതിയുടെ പരാമർശത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ആവിയായി പോയി എന്നും മുനമ്പക്കാർ പറയുന്നു. അത് തന്നെയാണ് ഈ ആശാ വർക്കർമാരുടെ സമരവും എടുത്തു കഴിഞ്ഞാൽ. മുനമ്പം സമരം 150ാം ദിവസം എത്തിച്ചേരുമ്പോൾ ആശാ വർക്കർമാരുടെ സമരം 50ാം ദിനത്തിലേക്ക് ആണ് എത്തിയത്. അതിനും കൃത്യമായ ഉത്തരമില്ലാതെ ആശാ വർക്കർമാർ അവിടെ സമരം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ 50ാം ദിനത്തിലാണ് കേന്ദ്രം പണമൊന്നും നൽകാനില്ല എന്ന് ആരോഗ്യ മന്ത്രി JP നദ്ദ പറഞ്ഞത്. കേരളത്തിന് കുടിശ്ശികയെല്ലാം തീർത്ത് നൽകിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആശാ വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് കേന്ദ്ര സർക്കാർ പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് പറയുമ്പോഴും കേരളം ഒരു കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. കുടിശ്ശിക കൈമാറിയിട്ടില്ല എന്ന്. കേന്ദ്രം നൽകാനുണ്ടത്രേ. 2023ലെയും 2024ലെയും തുക കേന്ദ്രം നൽകിയിട്ടില്ല എന്നാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. പക്ഷേ കണക്ക് കൃത്യമായി കേന്ദ്രത്തിലേക്ക് എത്തിയാൽ പണം കൃത്യമായി കൊടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ഇതേ അനുഭവവുമായി ബന്ധപ്പെട്ട മറ്റു സംസ്ഥാനങ്ങൾ പറയുമ്പോൾ ഇതിൽ എവിടെയാണ് കള്ളച്ചതി എന്നുള്ളത് ആശാ വർക്കർമാർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവർ ശക്തമായി സമരമുഖത്തുണ്ട്. സമരം ചെയ്യുവാനുള്ള ഒരു ഊർജം കേരള ജനതയ്ക്ക് എന്നുമുണ്ട്. അങ്ങനെ പല ആളുകളെയും സമരം ചെയ്യാൻ പഠിപ്പിച്ച ഒരു പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിനെതിരെയാണ് രാഷ്ട്രീയത്തെ പോലും മാറ്റിവെച്ച് തൻ്റെ സ്വത്തിനും ഭൂമിക്കും ശമ്പളത്തിനുമൊക്കെ വേണ്ടി നമ്മുടെ നാട്ടിലെ ആളുകൾ സമരം ചെയ്യുന്നത്. പഠിപ്പിച്ചവർക്കെതിരെ പഠിച്ചുകൊണ്ട് ഒരു വലിയ സമരമുഖമാണ് തിരുവനന്തപുരത്തും മുനമ്പത്തും അരങ്ങേറുന്നത്. എന്തായാലും നീതി ലഭിക്കുന്നവരെ ഈ സമരം പുറകോട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് സമരവീര്യത്തോടെ ഈ സമരക്കാരുടെ വരവ്. എന്തായാലും താങ്കളുടെ ആവശ്യങ്ങൾ കൃത്യമായി അംഗീകരിക്കാതെ പുറകോട്ടില്ല എന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. ഇതുതന്നെയാണ് മുനമ്പത്തും പറഞ്ഞു വെക്കുന്നത്. സമരമുഖത്ത് ഇവർ ശക്തമായി തന്നെ മുന്നേറുകയാണ്. അതും സമരം പഠിപ്പിച്ച പാർട്ടിയുടെ സർക്കാരിനെതിരെ.